വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വലിയ പ്രതിസന്ധികളിലൂടെ മനുഷ്യനിപ്പോൾ കടന്നു പോവുകയാണ്. മഹാമാരിയും സാമ്പത്തിക ദുരിതവുമൊക്കെ വരുത്തിവെച്ച വലിയ പ്രതിസന്ധികൾക്കിടയിൽ അസ്വസ്ഥതയിൽ ഉഴലുന്ന അനേകം ജീവിതങ്ങളെയാണ് നമ്മളിന്ന് കണ്ടുമുട്ടുന്നത്. ചിലർ പറയാറുണ്ട്, തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നതല്ലേ കാണുന്നത്. മറ്റു ചിലർ പറയുന്നു, ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ മനുഷ്യൻ കടന്നു പോകേണ്ടതുണ്ട്. സമ്മിശ്രമായ ചിന്തകളും വിചാരങ്ങളുമാണ് ഇന്ന് മനുഷ്യനെ നയിക്കുക. ഞാൻ ഈ വചന സന്ദേശം നൽകാൻ ഇങ്ങോട്ട് എത്തുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫോൺ കോൾ വളരെയധികം സങ്കടപ്പെടുത്തുന്നതാണ്. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഭാര്യ കോവിഡ് വന്ന് ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് അവരോടൊപ്പം ചെലവഴിക്കുമ്പോൾ കേട്ട വാർത്ത, ആ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അദ്ദേഹത്തിന് അടുത്ത മാസം ജനിക്കേണ്ട കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വെച്ച് മരിച്ചു. അമ്മ, ആ ചെറുപ്പക്കാരി, കോവിഡ് ബാധിച്ച് വെന്റിലേറ്ററിൽ കിടക്കുന്നു. കുഞ്ഞിൻ്റെ ശവസംസ്കാരം നടത്തണം, അമ്മയെ രക്ഷിക്കണം, നെട്ടോട്ടം ഓടുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, അനേകം പ്രതിസന്ധികൾ മനുഷ്യനെ ഇന്ന് കഷ്ടപ്പെടുത്തുകയാണ്. അവൻ്റെ ജീവിതം അടഞ്ഞുപോയോ, ഇനി എന്ത്, ജീവിതത്തിലെ ഇനി എങ്ങനെ മുൻപോട്ട് പോകും എന്ന് പോലും ചിന്തിക്കത്തക്ക രീതിയിൽ ഒരുപാട് അസ്വസ്ഥതകൾ, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം മുന്നേറുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ, അതിനെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ വിജയിക്കുക. നമുക്കറിയാം, സമൂഹത്തിൽ പ്രതിസന്ധികൾ നേരിട്ട് അതിനെ അതിജീവിച്ച് വിജയം വരിച്ച അനേകം മഹാന്മാരുടെ കഥകളും സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അതിനെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും, എങ്ങനെയാണ് അതിജീവനത്തിൻ്റെ പാതയിലൂടെ നടക്കാൻ സാധിക്കുക എന്നതാണ് നമ്മയൊക്കെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. പ്രാർത്ഥനയിൽ ചരിക്കുന്ന വ്യക്തികൾക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ വളരെ അനായാസം തന്നെ അതിജീവിക്കാൻ സാധിക്കും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. ചെങ്കടലിൻ്റെ തീരത്ത് ഒരിക്കൽ മോശ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വലിയ പ്രതിസന്ധിയാണ്. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ചെങ്കടൽ, പിന്നിൽ ഫറവോയുടെ സൈന്യം. ആ ഒരു പ്രതിസന്ധിയെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മോശ അതിജീവിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ. പിന്നീട് മോശയുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നയിക്കുന്ന ഓരോ ദിവസങ്ങളും, ഓരോ നിമിഷങ്ങളും ഒരുപാട് പ്രതിസന്ധികളുടെ ദിവസങ്ങളായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച ദൈവത്തിൻ്റെ വലിയ പ്രതിപുരുഷനാണ് മോശ. അതുപോലെ തന്നെ നമുക്കറിയാം, പൂർവ്വ യൗസേപ്പ് ജീവിതത്തിൽ പ്രതിസന്ധികളുടെ, സഹനങ്ങളുടെ, ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിച്ച് അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയം വരിച്ച ഒരു വലിയ ദൈവപുരുഷനാണ് പൂർവ്വ യൗസേപ്പ്. ജോബിൻ്റെ കഥ നമുക്ക് സുപരിചിതമാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ പ്രതിസന്ധികൾ, തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു, തൻ്റെ ജീവിത പങ്കാളി ഉപേക്ഷിച്ചു പോയി, മക്കൾ ഉപേക്ഷിച്ചു പോയി, സർവ്വതും നശിച്ചു, തൻ്റെ ശരീരം മുഴുവനും വ്രണം ബാധിച്ചു. ആ വ്രണങ്ങൾ അഴുകിയ മാംസങ്ങൾക്കിടയിലെ അസ്ഥികളിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജോബ് പറഞ്ഞു, ഇതെല്ലാം കടന്നുപോകും, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. രാജാക്കന്മാരുടെ ജീവിതത്തിൽ ദാവീദിനെ പോലെയുള്ള, സോളമനെ പോലെയുള്ള വലിയ രാജാക്കന്മാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കിനി പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കറിയാം, ഈശോ ജനിക്കുന്ന സമയത്ത് യൗസേ പിതാവിൻ്റെയും മാതാവിൻ്റെയും മുൻപിൽ വലിയൊരു പ്രതിസന്ധി വരികയാണ്.
കാരണം ഉണ്ണീശോയെ പ്രസവിക്കേണ്ട ആ സമയത്ത് അവർ സ്വന്തം ദേശവും സ്വന്തം വീടും വിട്ട് വളരെ ദൂരെ ഒരു ദേശത്താണ്, ഒരു പ്രവാസത്തിലാണ്, ഒരു പരദേശത്തിലാണ്. അവർക്ക് ഒന്ന് അന്തി ഉറങ്ങാൻ പോലും ഒരു സ്ഥലം ലഭിക്കാത്ത പ്രതിസന്ധിയെ യൗസേപ്പ് പിതാവ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിച്ചത് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ ജനിച്ചതിന് ശേഷം ഹെറോദോസിൻ്റെ വാള് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയായി വന്നപ്പോൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്തുകൊണ്ട് ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്ന ജോസഫിനെ, യൗസേപ്പ് പിതാവിനെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോയുടെ ജീവിതത്തിലും പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലും വിശുദ്ധന്മാരുടെ ജീവിതത്തിലും ഒക്കെയും പ്രതിസന്ധികൾ ധാരാളം കടന്നു വന്നിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മുടെ മുൻപിലൂടെ കടന്നു വരുന്ന പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും സുഖകരമല്ല. പലപ്പോഴും പലരും വിളിച്ചിട്ട് പറയുന്നത് പെട്ടെന്നുള്ള മരണങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, ജോലി നഷ്ടപ്പെടൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആത്മഹത്യകൾ, ഇങ്ങനെയുള്ള വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് ചുറ്റും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രശ്നങ്ങളെ നേരിടുവാനും പ്രതിസന്ധികളെ അതിജീവിക്കുവാനും അങ്ങനെ അതിജീവനത്തിൻ്റെ പാതയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ കരുതലിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നേറാനും സാധിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് ശ്രമിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ ഇന്ന് ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, എലീശാ പ്രവാചകൻ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഓടി വന്നിട്ട് അദ്ദേഹത്തിന് മുൻപിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ പ്രവാചക ഗണത്തിലുണ്ടായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഒരു വേർപാടിൻ്റെ കഥ ആ സ്ത്രീയെ പ്രവാചകൻ്റെ മുൻപിൽ ഉണർത്തിക്കുകയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു. ആ മരണം കൊണ്ട് തീരുന്നില്ല, ഭർത്താവ് മരിച്ചതിന് കൊണ്ട് പ്രശ്നം തീരുന്നില്ല. അതെ, അവർ പറയുകയാണ്, ഭർത്താവിന് ധാരാളം കടബാധ്യതകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ കടബാധ്യതകൾ ഇല്ലാത്ത മനുഷ്യർ വളരെ വിരളമാണ്. കടബാധ്യതകളിൽ ഉഴലുന്ന ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ ഭർത്താവ് കടം വാങ്ങിച്ച വ്യക്തികൾ ഇന്ന് വന്ന് ഭീഷണിപ്പെടുത്തുകയാണ്, എൻ്റെ വീട്ടിൽ ഭീഷണിപ്പെടുത്തുന്നു, എൻ്റെ 2 മക്കളെയും ബന്ദികളാക്കി കൊണ്ടുപോകും, അവരെ അടിമകളാക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക്, പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ഉഴലുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് പ്രവാചകന്റെ മുൻപിൽ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഭർത്താവ് മരിച്ചത് വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള, ഒരു കുടുംബത്തിൻ്റെ വരുമാനമായിട്ടുള്ള, ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണം നൽകുന്ന ഒരു ഭർത്താവ് മരിക്കുന്നു പെട്ടെന്ന്. അതിനുശേഷം കടബാധ്യതകൾ, പിന്നീട് ഭീഷണി, തനിക്കാകെയുള്ള 2 മക്കളെ ബന്ദികളാക്കി കൊണ്ടുപോകുമെന്നുള്ള ഭയം, ഉത്കണ്ഠ, അസ്വസ്ഥത, ഇതുകൊണ്ടൊക്കെ വിഷമിക്കുന്ന ഒരു സ്ത്രീയാണ് പ്രവാചകന്റെ മുൻപിൽ വന്ന്, ദൈവപുരുഷന്റെ മുൻപിൽ വന്ന് കരയുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകൻ ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? ആ സ്ത്രീയുടെ കയ്യിൽ എന്താണ് പ്രിയമുള്ളവരെ ഉള്ളത്? എല്ലാം നഷ്ടപ്പെട്ട് കടത്തിൻ്റെ നടുവിൽ കിടന്നുഴലുന്ന ആ സ്ത്രീയുടെ കയ്യിൽ എന്തുണ്ട്? ആ സ്ത്രീ പറയുകയാണ് പ്രവാചകനോട്, ദൈവപുരുഷ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ വീട്ടിലൊരു കലത്തിൽ ഒരു കൽഭരണിയിൽ കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്, അതല്ലാതെ ഒന്നുമില്ല. ഭക്ഷണം പോലും കഴിക്കാനുള്ള സാധന സാമഗ്രികളില്ല. പ്രവാചകൻ പറയുകയാണ്, സാരമില്ല, നീ വീട്ടിലേക്ക് മടങ്ങിക്കോളൂ. നീ വീട്ടിൽ ചെന്നിട്ട് അടുത്ത വീട്ടിലുള്ളവരുടെയൊക്കെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് നീ മുറിയിൽ കയറി കതകടച്ച് നിന്റെ ആ പാത്രത്തിലുള്ള, ആ ഭരണിയിലുള്ള എണ്ണ നീ ആ വാങ്ങിക്കുന്ന അയൽവക്കക്കാരുടെ നിന്ന് വാങ്ങിക്കുന്ന പാത്രത്തിലേക്ക് പകരുക. അങ്ങനെ പകരുന്ന എണ്ണ കൊണ്ട് വിൽക്കാൻ മക്കളോട് പറയുക. നിന്റെ കടം മുഴുവൻ വീട്ടുവാൻ തക്കവിധം നിനക്ക് എണ്ണ ലഭിക്കും. പ്രിയമുള്ളവരെ, ഈ സ്ത്രീ പ്രവാചകൻ പറയുന്നത് കേട്ട് അവളുടെ വീട്ടിലേക്ക് ചെന്നു. മക്കളെ പറഞ്ഞു വിട്ടു. അടുത്ത വീട്ടിലൊക്കെ ചെന്നിട്ട് അവരോടൊക്കെ അവരുടെ ചെരുവും കലവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ ആയിട്ട് ഈ വിധവയായിട്ടുള്ള സ്ത്രീയുടെ മക്കൾ വന്നു. ഈ സ്ത്രീ ദൈവത്തിൽ വിശ്വസിച്ച്, പ്രവാചകനിൽ വിശ്വസിച്ച്, ദൈവപുരുഷൻ പറയുന്നത് കേട്ട് അകത്ത് കയറി കൽഭരണിയിലിരുന്ന എണ്ണ കുറേശ്ശെ ഈ വാങ്ങിച്ച പാത്രങ്ങളിലേക്ക് പകർന്നു. മക്കളോട് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ നടന്ന് വിറ്റിട്ട് വാ.
അവർ നടന്ന് ഡോർ ടു ഡോർ സെയിൽ നടത്തി വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് അവർ കടം വീട്ടി ബാക്കി അവരുടെ ജീവിതത്തിൻ്റെ ഉപജീവനത്തിനുള്ള മാർഗവുമായിട്ട് ഒരു സമ്പാദ്യമായിട്ട് ശേഷിക്കുന്ന എണ്ണയും അവർക്ക് ലഭിച്ചു. പ്രിയമുള്ളവരെ, ഇത് വെറും ഒരു കഥയല്ല, ഇതൊരു സംഭവമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ഉഴലുന്ന ഒരു സ്ത്രീ ദൈവപുരുഷന്റെ പ്രവാചകന്റെ മുൻപിൽ വന്ന് കരയുമ്പോൾ ദൈവത്തിൻ്റെ വെളിപാട് പ്രവാചകരിലൂടെ ആ സ്ത്രീക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ടറിയാം പ്രിയമുള്ളവരെ, ആ സ്ത്രീയെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ മറ്റൊരു സ്ഥലത്തും ആശ്രയിച്ചില്ല, ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്, ദൈവപുരുഷനിലാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ എവിടേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്? മന്ത്രവാദം ചെയ്യുന്നവരുടെ, ആഭിചാരം ചെയ്യുന്നവരുടെ, സാത്താനാരാധന നടത്തുന്നവരുടെ, തെറ്റായ രീതിയിലേക്ക് നമ്മെ നയിക്കുന്നവരുടെ അടുത്തേക്കാണോ പോകുന്നത്? അതോ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന്, ദൈവപുരുഷൻ്റെ സന്നിധിയിൽ വന്ന്, നമ്മുടെ സഭാ സംവിധാനങ്ങളുടെ അടുത്ത് വന്ന് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയാണ് ചെയ്യുന്നതെന്നൊന്ന് ചിന്തിക്കണം. അടുത്ത ഇടയിൽ ഒരു സഹോദരി പങ്കുവയ്ക്കുകയുണ്ടായി, അവരുടെ ജീവിതത്തിൽ താളം തെറ്റിയ കുടുംബജീവിതം, അതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഒരു വലിയ ദൈവപുരുഷനെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോവുകയും അവരുടെ ജീവിതം ഡൈവോഴ്സിൽ എത്തിച്ചതിന് ശേഷം ആ വ്യക്തി അവർ സംരക്ഷണത്തിനായിട്ട് സമീപിച്ച ആ വ്യക്തി അവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തതിൻ്റെ വലിയ ഭാരവുമായിട്ട് അവർ പങ്കുവയ്ക്കുകയുണ്ടായി. തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്നോർത്ത് പരിതപിക്കുന്ന ഒരു സ്ത്രീ. പ്രിയമുള്ളവർ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടേക്കാണ് ഓടിയെത്തുക, ആരുടെ അടുത്തേക്കാണ് നമ്മൾ വരിക, ആരോടാണിത് പങ്കുവയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മെ സംബന്ധിച്ച് കൂട്ടായ്മകളും ദൈവിക സംവിധാനങ്ങളും വൈദികരും സന്യസ്തരും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംവിധാനം നമുക്കുണ്ട്. ഇടവകകളിലുണ്ട്, രൂപതകളിലുണ്ട്, സഭയുടെ ആഗോള സഭയ്ക്ക് പലവിധ സംവിധാനങ്ങളുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട് സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മൾ ആരെ ആണ് സമീപിക്കുന്നത്. ഈ പ്രവാചകൻ പറയുന്ന വളരെ സിമ്പിളാണ്. അവൾക്ക് ചെയ്യാൻ സാധിക്കുന്ന, അവളുടെ കയ്യിലുള്ള കാര്യം മാത്രമാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, നിന്റെ കൈവശം എന്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള റിസോഴ്സ്, അവളുടെ കയ്യിലുള്ള പങ്കുവയ്ക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അവൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന അവളുടെ ജീവിതത്തിലേക്ക് തന്നെ, അവളുടെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പോയാലും തിരികെ ആ വ്യക്തി നമ്മെ നയിക്കുന്നത് നമ്മുടെ കുടുംബത്തിലേക്കാണ്, നമ്മുടെ കൂട്ടായ്മകളിലേക്കാണ്, നമ്മുടെ സമൂഹത്തിലേക്കാണ്, നമ്മുടെ സമുദായത്തിലേക്കാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇവിടെ നാം പ്രവാചകൻ വ്യക്തമായിട്ട് അവൾക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. അവളുടെ പങ്ക്, ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടത് നീയാണ്. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള സർവ്വ റിസോഴ്സും, അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിലുണ്ട്, നിന്റെ കുടുംബത്തിലുണ്ട്, നീ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ മുഴുവനായിട്ടും ഒരു കൗൺസിലർക്ക് വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ മുഴുവനായിട്ടും നമ്മൾ ആരെങ്കിലും കാണുന്ന മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുക. എൻ്റെ ജീവിതത്തിൽ ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധിയാണ്, എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചൊന്ന് മാറ്റിത്തരണം. പിന്നെ ഈ പറയുന്ന വ്യക്തിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. പ്രിയമുള്ളവർ, ലാസറിനെ ഉയർപ്പിക്കാൻ ഈശോ വരുമ്പോൾ ലാസറിൻ്റെ കബറിടത്തിൽ കല്ലെടുത്തു മാറ്റാൻ അവിടെ നിൽക്കുന്നവരോടാണ് പറയുന്നത്. ഈശോയ്ക്കൊരു വാക്കു പറഞ്ഞാൽ, ഈശോയ്ക്കൊന്ന് വിരൽ ചൂണ്ടിയാൽ ഈ കല്ലെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഈശോ അവിടെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, അവരുടെ ഒരു പങ്കാളിത്തം ഈശോ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മൊത്തമായിട്ട് നമ്മൾ കൈയൊഴിഞ്ഞുകൊണ്ട്, മൊത്തമായിട്ട് തലയൂരിക്കൊണ്ട് ഇതെല്ലാം ദൈവം നിറവേറ്റി തരട്ടെ, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛൻ നിറവേറ്റി തരട്ടെ, അതല്ലെങ്കിൽ ധ്യാനഗുരുക്കന്മാർ നിറവേറ്റി തരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള വിശ്വാസം. മറിച്ച് നമ്മുടേതായിട്ടുള്ള റോള് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടേതായിട്ടുള്ളൊരു പങ്ക് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇനി ഇവള് വീട്ടിലേക്കാണ് മടങ്ങുക, സ്വന്തം വീടുകളിലേക്കാണ് മടങ്ങേണ്ടത്. ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടത്
നമ്മുടെയൊക്കെ ഭവനങ്ങളിലാണ് നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് പ്രിയപ്പെട്ടവർ, ഇവരുടെയൊക്കെ അടുത്തേക്കാണ് ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിൻ്റെ പരിഹാരത്തിനായിട്ട് നമ്മൾ ചെല്ലേണ്ടത് ഇവരുടെയൊക്കെ അടുത്തേക്കാണ്. അവിടെ ചെന്നിട്ട് പ്രവാചകൻ പറയുന്നത്, നിൻ്റെ മക്കളോട് പറ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി അവിടുന്നൊക്കെ ഈ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറയുക. ഇവിടെ ഒരു കൂട്ടായ്മ അനുഭവം കൂടിയുണ്ട്, ഒരു പങ്കുവയ്ക്കലിൻ്റെ അനുഭവം കൂടിയുണ്ട്. ഒരു സമൂഹം, ഒരു കൊച്ചു കൂട്ടായ്മ, അല്ലെങ്കിൽ അതിന് അടുത്ത വീടുകളിലുള്ളവരുടെയൊക്കെ ഒരു സഹായം ഇവിടെ തേടുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആരോടെങ്കിലും ഇത് ഷെയർ ചെയ്യണം, പങ്കുവയ്ക്കണം. പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, പങ്കുവയ്ക്കേണ്ട യഥാർത്ഥ സ്ഥലത്ത് ഇത് പങ്കുവയ്ക്കുക. പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്ന പരിഹാരങ്ങൾ അല്ല നിർദ്ദേശങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക. അതിനർത്ഥം ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവ പ്രതിപുരുഷനിലാണ്, പ്രവാചകനിലാണ് അവൾ ആശ്രയിക്കുന്നതെങ്കിൽ പ്രവാചകൻ പറയുന്നത് അവൾ അപ്പോഴത് വിശ്വസിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്നോ, ഈ എണ്ണ ഇങ്ങനെ പൊലിച്ചു വരുമെന്നോ, അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് കടം വീട്ടാൻ പറ്റുമെന്നോ ഒന്നും അവൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പുരുഷൻ പറഞ്ഞു, അവളത് കേട്ടു, അവൾ അതനുസരിച്ചു. അപ്പോൾ അവളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് വലിയ ആഴത്തിലുള്ള വിശ്വാസം, ദൈവം പറയുന്നത് അപ്പടി വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ നിറവേറും എന്നുറച്ച് വിശ്വസിക്കുന്ന. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. അബ്രാഹവും അത് തന്നെയാണ്. വലിയ ഒരു ചൂടുള്ള സമയത്ത്, അല്ലെങ്കിൽ കാലാവസ്ഥ നല്ല ചൂടുകാലമായിരിക്കുന്ന ഒരു സമയത്താണ് നോഹയോട് വന്നിട്ട് ദൈവം പറയുന്നത്, വലിയ വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ്, കൊടും മഴ വരാൻ പോവുകയാണ്, നീ ഒരു വലിയ നൗക, വലിയൊരു വഞ്ചി നിർമ്മിക്കുക, എന്നിട്ട് അതിനകത്ത് നിനക്ക് എല്ലാവരെയും കയറ്റി നിർത്തി രക്ഷപ്പെടുത്താം. പ്രിയമുള്ളവരെ, നാട്ടുകാരൊക്കെ നോക്കി നിന്ന് ചിരിക്കവേ നോഹ സ്വന്തമായിട്ടൊരു പെട്ടകം നിർമ്മിച്ചു. ഉടനെ വെള്ളം പൊങ്ങി, മഴ വന്നു. ആ നോഹയുടെ പെട്ടകം മാത്രം, അതിനുള്ളിലുള്ളവർ മാത്രം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എന്നെ രക്ഷിക്കാൻ, എന്നെ കാത്തുപരിപാലിക്കുന്ന, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം വരും എന്നൊരു വിശ്വാസം, എൻ്റെ ദൈവം പ്രവർത്തിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെ പരിഹാരം കാണുവാനായിട്ട്, അല്ലെ അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രതിസന്ധികൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവസാനം അത് നന്മയായി മാത്രമേ ഭവിക്കൂ എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് പൗലോസ്ലീഹ ഇതൊക്കെ പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായ ഒരു മനുഷ്യനാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം തന്നെ പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരുടെ ഇടയിൽ സ്വീകാര്യത നഷ്ടപ്പെടുന്നു. അതിനുശേഷം താൻ ജനിച്ചു വളർന്ന യഹൂദർ, അവരുടെ പുരോഹിതരും പരിസയരുമൊക്കെ ഉൾപ്പെടെയുള്ളവർ പൗലോസ്ലീഹയെ കുറ്റപ്പെടുത്തുന്നു, അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നിട്ടുള്ള റോമ ചക്രവർത്തിമാർ പൗലോസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ കപ്പൽ അപകടങ്ങളും വൻ ദുരന്തങ്ങളുമൊക്കെ ആയിട്ട് ജീവിതത്തിൽ മൊത്തം പ്രതിസന്ധികൾ അനുഭവിച്ച പൗലോസ്ലീഹ തന്നെയാണ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കണ്ട ഈ സ്ത്രീയുടെ കാര്യത്തിൽ, ആ സ്ത്രീയുടെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലും അവൾ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, ദൈവപുരുഷനിൽ തൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട്, അവൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, അല്ലെങ്കിൽ ദൈവപുരുഷനായിട്ടുള്ള പ്രവാചകൻ പറയുന്നത് കേട്ട് ജീവിച്ചതുകൊണ്ട്, പ്രവർത്തിച്ചതുകൊണ്ട് അവളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ആ സ്ത്രീക്ക് സാധിച്ചു. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നതിന് മുൻപേ അറിയുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഈശോ 5 അപ്പം വർദ്ധിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. കേസറിയ ഫിലിപ്പിയ ദേശത്ത് ഈശോ സുവിശേഷം പ്രസംഗിച്ചു നടന്നു, അനേകരെ സുഖപ്പെടുത്തി. ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്ന, രോഗങ്ങളുണ്ടായിരുന്ന, ബന്ധനങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഈശോയുടെ അടുത്തേക്ക് വന്നു. അവർക്കൊക്കെ ഈശോ വിടുതൽ നൽകി, സൗഖ്യം നൽകി, അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഇവിടെ നമ്മൾ കാണണം, അനേകം മണിക്കൂറുകൾ മലയടിവാരത്തിലും കടൽ തീരത്തുമൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ഈശോ
സുവിശേഷം പ്രസംഗിച്ചിരുന്ന ഈശോയുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ഇവിടെ കാണുകയാണ്. സുഖപ്പെടുത്തുന്നു, വിടുതൽ നൽകുന്നു. ഇങ്ങനെ ജനങ്ങളെല്ലാം ഈശോയുടെ അരികിലേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പരിഹാരമാകാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് ഈശോ എന്ന് തിരിച്ചറിഞ്ഞ ജനം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അയ്യായിരക്കണക്കിന് പുരുഷന്മാരും അവരോടൊപ്പം കുഞ്ഞുങ്ങളും സ്ത്രീകളുമൊക്കെ ഇങ്ങനെ ഒഴുകിയെത്തുന്ന സമയത്താണ് ഈശോയ്ക്ക് വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവരുടെ മേൽ അലിവ് തോന്നി. ജനക്കൂട്ടത്തിൻ്റെ മേൽ ഈശോയ്ക്ക് അലിവ് തോന്നി. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, തളർച്ചകളിൽ, രോഗങ്ങളിൽ, നമ്മുടെ കടബാധ്യതകളിൽ, ഉത്കണ്ഠകളിലൊക്കെയും നമ്മോട് അനുകമ്പ തോന്നുന്ന ഈശോയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈശോയ്ക്ക് അനുകമ്പ തോന്നും. നമ്മുടെ ജീവിതത്തിൽ അവൻ ഇടപെടും. അവനുടനെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ വരുന്ന ജനങ്ങളെ കണ്ടില്ലേ, ആളുകൾ ഓരോ നിമിഷവും കൂടിക്കൂടി വരികയാണ്. ഇവർക്കൊക്കെ വിശക്കുന്നുണ്ടാവില്ല. എത്ര മണിക്കൂറായി ഇവർ എൻ്റെ പ്രസംഗം കേട്ടിരിക്കുന്നു, എത്ര മണിക്കൂറായി അവരിവിടെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇവർക്ക് വിശക്കില്ലേ? ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? ഫിലിപ്പോസും അന്ത്രയോസും ഒക്കെ പേടിച്ചുപോയി. കാരണം ഇത്രയും വലിയ ജനാവലിക്ക്, 10-15,000 പേരുള്ള വലിയൊരു ജനാവലിക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ 200 ദനാറ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ 2 ലക്ഷത്തിനും അപ്പുറത്താണ്. വലിയൊരു സംഖ്യ ഉണ്ടെങ്കിൽ പോലും മതിയാവില്ല. അത്രയ്ക്ക് വലിയൊരു എമൗണ്ട് കൊടുത്താൽ പോലും ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ അവരുടെ ഇടയിൽ അടിയാകും, പ്രശ്നമാകും. ശിഷ്യന്മാരാവപ്പാടെ പ്രശ്നത്തിലായി, പ്രതിസന്ധിയിലായി. അവരൊരു പ്രതിസന്ധിയിലായതുപോലെയായി. അവസാനം ഈശോ ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഈ പറയുന്ന നമ്മൾ ഈ നേരത്തെ പ്രവാചകനടുത്തിയെന്ന സ്ത്രീയിലും കണ്ടതുപോലെ തന്നെയാണ്. നിന്റെ കയ്യിൽ എന്താണുള്ളത്? കുറച്ച് എണ്ണയുണ്ട് എന്നവൾ പറഞ്ഞതുപോലെ ഈ ശിഷ്യന്മാരുടെ കയ്യിലോ സ്വന്തമായിട്ടൊന്നുമില്ല. പക്ഷെ പങ്കുവയ്ക്കലിൻ്റെ അനുഭവത്തിലൂടെ ആ വന്ന ജനക്കൂട്ടത്തിനിടയിൽ ഏറ്റവും മുൻപന്തിയിലിരുന്ന ഒരു കൊച്ചു ചെറുക്കൻ്റെ കയ്യിൽ ഒരു പൊതിക്കെട്ടിരിക്കുന്നത് അന്ത്രയോസ് കണ്ടിരുന്നു. അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈശോയുടെ അരികിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, ധ്യാനം കൂടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, അവിടെ ഫുഡൊന്നും കിട്ടില്ലല്ലോ മകനെ, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 5 അപ്പവും 2 മീൻ ചുട്ടതും പൊതിഞ്ഞു കെട്ടി അവൻ്റെ അമ്മ അവൻ്റെ കയ്യിൽ കൊടുത്തത് അവൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അത് അന്ത്രയോസ് എങ്ങനെയോ കണ്ടുപിടിച്ചു, മണം പിടിച്ചു. മുക്കുവനായിരുന്നല്ലോ, അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അദ്ദേഹം ഈശോയോട് പറയുകയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഫിലിപ്പോസിൻ്റെ കയ്യിലൊന്നുമില്ല. ആ ഫ്രണ്ടിലിരിക്കുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ 5 അപ്പവും 2 മത്സ്യവുമുണ്ട്. ഈശോ പറയുകയാണ്, അതിങ്ങ് കൊണ്ടുവരിക. അത് കൊണ്ടുവന്ന് ഈശോ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് നിങ്ങൾ ഇവരെ പന്തിയായിട്ട് ഇരുത്തി എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുക. ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കാരണം 5 അപ്പവും 2 മത്സ്യവും 10-15,000 പേര് ഉള്ള ജനക്കൂട്ടത്തിന് വിളമ്പാൻ ഈശോ പറയുന്നു. അവർ ഈശോയിൽ വിശ്വസിച്ചു, ഈശോയുടെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിച്ചു, ഈശോ പറഞ്ഞതനുസരിച്ചു അവരത് ചെയ്തു. അവിടെ കൂടിയിരുന്ന് സകലരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കുട്ടകൾ, 12 കുട്ടകൾ നിറയെ അവരപ്പവും ഭക്ഷണം ശേഖരിച്ചു എന്ന് കൂടി വചനത്തിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, 2 സംഭവങ്ങളും വളരെ കണക്റ്റഡാണ്. ഇവിടെ പ്രതിസന്ധി ഉണ്ടാകുന്നു, വലിയ പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നത് ദൈവമാണ്, ഈശോയാണ്. ദൈവത്തിൻ്റെ അരികിലേക്കാണ്, ഈശോയുടെ അരികിലേക്കാണ്, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ രക്ഷിച്ച, നമ്മെ സംരക്ഷിക്കുന്ന, സൃഷ്ടിച്ച, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ അരികിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കാരണമുണ്ട്. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. ദൈവം സർവശക്തനാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കാളും നമ്മേക്കാളും നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെക്കാളും ബന്ധങ്ങളെക്കാളും ശക്തനാണ് ദൈവം. സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തന്നെയാണ് നീ പോകേണ്ടത്. ഇനിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നാൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കും. ദൈവം പറയുന്നത് കേൾക്കും. ദൈവിക സംവിധാനങ്ങൾ പറയുന്നത് അവൻ അനുസരിക്കും. അങ്ങനെ അനുസരിച്ചാൽ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, ദൈവം അടയാളങ്ങൾ പ്രവർത്തിക്കും. അവൻ്റെ ജീവിതത്തിൽ കരുണ തോന്നി അവൻ ഇടപെടും. കഴിഞ്ഞൊരു ദിവസം ജീവിതത്തിൽ ഒരുപാട് യാതനകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കോവിഡ് വരുന്നതിന് മുൻപ്, ലോക്ക്ഡൗൺ ആകുന്നതിന് മുൻപ് നാട്ടിൽ പോയി അവിടെ ഏതോ ഒരു അസുഖമൊക്കെ ബാധിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുകയാണ്. പിതാവും ആ സ്ത്രീയുടെ ഭർത്താവും മകനും മാത്രം UAE ജീവിക്കുന്നു. അവരുടെ വിസ തീർന്നു.
അവർക്ക് ലക്ഷക്കണക്കിന് ദിർഹം കടമുണ്ട്. എങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം പള്ളി അടച്ചിരിക്കുന്ന സമയത്തും ഒരു പാട്ടുമൊക്കെ പാടി മുഖത്ത് ചെറു പുഞ്ചിരിയോടെ ആ മനുഷ്യൻ ദേവാലയത്തിൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കും. കാണുന്നവരൊക്കെ ചോദിക്കും, നിന്റെ ജീവിതത്തിൽ ഇത്രയും തടസ്സങ്ങളില്ലേ? നിനക്ക് ലക്ഷക്കണക്കിന് ദിർഹം ഇവിടെ കടമുണ്ട്, നിന്റെ ജീവിത പങ്കാളി മരിച്ചു, നിങ്ങൾക്ക് വിസയില്ല, പ്രശ്നങ്ങളാണ്, പോലീസ് പിടിച്ചാൽ അകത്ത് കിടക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നീ എങ്ങനെയാണ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് പോവുക? ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് അവനുള്ള പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സഹനങ്ങൾ തന്നത്. പ്രിയമുള്ളവരെ, അടുത്തിടയിൽ അദ്ദേഹത്തിൻ്റെ വിസയുടെ പ്രോബ്ലം തീർന്നു, കുറേ കടങ്ങളൊക്കെ ഇളച്ചു കിട്ടി, കുറച്ച് പൈസ കൂട്ടുകാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകത്തക്ക രീതിയിൽ ഏതാനും നാളുകൾക്ക് ശേഷം, അത് 1-2 മാസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ കേസുകളെല്ലാം മാറി അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ്. പ്രിയമുള്ളവർ, ഇങ്ങനെ ജീവിതത്തിൽ ഒത്തിരി ദുർഘട സന്ധികളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. അവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ അതിജീവനം വളരെ സുഗമമായിരിക്കും. അല്ലാതെ നിരാശയിലേക്ക്, ആത്മഹത്യയിലേക്ക്, പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നവൻ്റെ ജീവിതം നാശോന്മുഖത്തുമായിട്ട് പതിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന പ്രതിസന്ധികളെ പേടിക്കാതെ, ഭയപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വളരെ മനോഹരമായിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, സഹനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. വിട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു, വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു, പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പളിപ്പുഴു തിന്നു. ഇങ്ങനെ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ നിന്ന് സഹനങ്ങളിലേക്ക്, ദുഃഖങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിലേക്ക്, പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് അവർ കടന്നു പോകുന്ന സമയത്തും അവർ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചതുകൊണ്ട് അവരൊരു ജനമായി ദൈവം ഉയർത്തി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമായിട്ട് മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ സഹനങ്ങളുടെ മൂർത്തിമത് ഭാവമായിട്ട് ഈ ലോകത്ത് മനുഷ്യനായിട്ട് അവതരിച്ച് ധാരാളം സഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വിജയശ്രീയിൽ ആളിതനായി സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഈശോയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം, നമ്മുടെ പ്രതിസന്ധികൾ സമർപ്പിക്കാം. നമ്മുടെ മുൻപിലുള്ള എല്ലാ പ്രതിസന്ധികളും പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. കാരണം അവന് നമ്മുടെ മേൽ അനുകമ്പയുണ്ട്, അവന് നമ്മുടെ മേൽ കരുണയുണ്ട്, അവന് നമ്മോട് സ്നേഹമുണ്ട്, അവൻ നമ്മെ രക്ഷിക്കും. ഈ വിശ്വാസം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.